സലാമുണ്ട് ട്ടോ പ്രിയപ്പെട്ടവരെ, സലാമുണ്ട്. വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞൊരു ചൊല്ലുണ്ടല്ലോ, അത് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ മുൻ മന്ത്രി എ ബാലൻ ചില പ്രസ്താവനയൊക്കെ നടത്തിയേക്കണത്. നമ്മുടെ ഈ സിനിമാ സംഘടന ഉണ്ടല്ലോ, സിനിമാ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ സിനിമാ സംഘടന എന്ന് പറയണ്ട, മലയാള സിനിമയിലുള്ള ഈ നടികളെയൊക്കെ അവസരം കിട്ടാൻ വേണ്ടിയിട്ട് അവരെയൊക്കെ ലൈംഗിക ചൂഷണം ചെയ്തിട്ടുണ്ട് ചില ആളുകൾ എന്നുള്ള ചില മൊഴികളെ അടിസ്ഥാനപ്പെടുത്തി WCC എന്നൊക്കെ പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കി. ആര്? നമ്മുടെ ഈ മഞ്ജു വാര്യർ അടക്കം കുറച്ച് സിനിമാ നടികളൊക്കെ കൂടി, രേവതി, അങ്ങനെ കുറച്ച് ആളുകൾ കൂടി ഒരു സംഘടന ഉണ്ടാക്കി. അതൊക്കെ എല്ലാവർക്കും അറിയാമല്ല, ഞാൻ പറയേണ്ട കാര്യമില്ല. അങ്ങനെ ഇവര് പറഞ്ഞ് ഈ സിനിമാ മേഖലയിൽ ഇപ്പൊ ഞങ്ങൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പാടാണ്, അവസരം കിട്ടണമെങ്കിൽ എന്താണ് ആളുകളുടെ അടുത്ത് കിടന്നു കൊടുക്കണം, ഇല്ലെങ്കിൽ അവസരം തരൂല്ല. ഇനിയിപ്പോ അവസരം തന്നാൽ തന്നെ കാശ് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ഇവിടുന്ന് പുറത്താക്കി കളയും എന്നൊക്കെ, അങ്ങനെയൊക്കെ ഉള്ള ഒരു മട്ടിലുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോ ഇതിന് ഇങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് വിട്ടാൽ പറ്റൂല എന്ന് ഈ സംഘടനയും തീരുമാനിച്ച്. അങ്ങനെ മുഖ്യമന്ത്രി കണ്ട ആവലാതിയൊക്കെ പറഞ്ഞപ്പോ മുഖ്യമന്ത്രി പറഞ്ഞ അന്നൊരു കാര്യം നമുക്ക് എന്താന്ന് വെച്ചാൽ ആലോചിച്ചിട്ട് പറയാം. ആരോടാലോചിക്കണം? അന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്ന ബാലനാണ്, ബാലൻ. നമ്മുടെ പഴയ ബാലൻ നിയമമന്ത്രിയൊക്കെ ആയിരുന്ന അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിനോട് ഈ മുഖ്യമന്ത്രി കൂടിയാലോചിച്ച് പിന്നെ നമുക്കൊരു കമ്മീഷനെ അങ്ങോട്ട് വെക്കുക. അങ്ങനെയാണ് റിട്ടയർഡായ ജസ്റ്റിസ് ഹേമ അവർ വിളിച്ചിട്ടൊരു ഹേമ കമ്മീഷൻ അങ്ങോട്ട് ഉണ്ടാക്കി. അങ്ങനെ ഹേമ കമ്മീഷൻ സിനിമാക്കാരുടെ അടുത്തൊക്കെ ഇങ്ങനെ ഓടി നടന്ന് ഓരോ ചോദ്യങ്ങളൊക്കെ അങ്ങോട്ട് ചോദിച്ചു. ഒറ്റയ്ക്കല്ലാട്ടാ, പഴയ നടി ഉർവശി ഒക്കെ ഉണ്ടിട്ടാ. അത് പഴയ സിനിമയിൽ അഭിനയിച്ചിരുന്ന സാരഥ ഉണ്ടല്ല, അത് സിനിമ തുടങ്ങിയ അവസാനം വരെ നിന്നോലോടിക്കുന്ന ഒരു നടി ഉണ്ടായിരുന്നില്ല പണ്ട് മലയാളത്തിന് ആദ്യമായിട്ട് ഉർവശി പട്ടമൊക്കെ നേടിക്കൊടുത്ത നടി, ശാരദ തന്നെ. അവരൊക്കെ ഉണ്ടായിരുന്നു ഈ കമ്മീഷനിൽ. അങ്ങനെ ഓടി നടന്ന് എല്ലാ നടികളെ അങ്ങോട്ട് കണ്ട്, എല്ലാ നടികളെ അങ്ങോട്ട് കണ്ട് അവരോടൊക്കെ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ ഇവിടെ പ്രശ്നം, ആരാ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കണം, ഇടങ്ങേറുണ്ടാക്കണം ആരാന്നൊക്കെ ചോദിച്ചു. അവര് വള്ളി പുള്ളി രണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ. ഇവർ ഈ കഥ കേട്ടിരുന്ന് ഹേമ കമ്മീഷൻ ആകെ ബല്ലാണ്ടായെന്ന് പറഞ്ഞ കാരണം ഏതാണ്ട് ഒരു നീല ചിത്രം കണ്ടൊരു അവസ്ഥയായി പോയി അവർക്ക്. സാധാരണ സിനിമയല്ലല്ലോ നീല ചിത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്റെ ഭാഷ മോശമാണെങ്കിൽ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ക്ഷമിക്കണോട്ടാ. പക്ഷെ ഈ സിനിമാ നടികളൊക്കെ അവർക്കുണ്ടായ അനുഭവം ഈ പള്ളിയിലച്ചന്മാരുടെ മുമ്പിൽ പോയി ഇന്ന് വിശ്വാസികൾ കുമ്പസരിക്കണ പോലെയാണ് ഈ ഹേമ കമ്മീഷന്റെ മുമ്പിൽ ഈ നടികൾ ഓരോരുത്തരും അവരവർക്കുണ്ടായ ഇടങ്ങേറൊക്കെ അങ്ങോട്ട് പറഞ്ഞത്. സെറ്റിൽ മൂത്രമൊഴിക്കാൻ പോലും സ്ഥലമില്ല. ഇനി തുണി മാറണമെന്നുണ്ടെങ്കിൽ അതിന് ഉമ്മാരുടെയൊക്കെ കൺമുമ്പിൽ നിന്നിട്ട് വേണം തുണി മാറാനായിട്ട് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, സിനിമയിൽ അവസരം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, അത് ചെയ്താൽ തന്നെ ഇവർക്ക് അവസരം കിട്ടുമോ, കിട്ടിയാൽ തന്നെ അതിന് കാശ് വെച്ച് ഞാൻ കാശും കൊടുക്കൂല. ഇപ്പൊ നടന്മാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം കരിമ്പ് തിന്നാൻ കാശ് കിട്ടുന്ന പോലത്തെ അവസ്ഥയാണ് സിനിമയിലുള്ള എന്ന് പറയുന്നത്. സിനിമ അഭിനയിച്ച കാശും കിട്ടും, അതിനിടയിൽ ഇങ്ങനെയുള്ള ചില ഹിക്കുമത്തുകളൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. അപ്പൊ പിന്നെ ഈ മേഖലയിലേക്ക് വരാൻ ആളുകളുടെ തള്ളിക്കയറ്റമുള്ള ഇടിയല്ല. കാരണം ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഈ നടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഹേമ കമ്മീഷന്റെ മുമ്പിൽ പറഞ്ഞപ്പോ അവര് ഒരു സ്ത്രീയല്ല, ആ പെണ്ണുമുള്ള ഞെട്ടിത്തിരിഞ്ഞിരുന്നു പോയെന്നാണ് പറയുന്നത്. ഇത് എന്താ എന്റെ അള്ള കേക്കണ എന്തൊരു പുകല ഇത്, ഈ ഇന്ത്യ തന്നെയാണ് ഇത്, കേരളമാണോ സാക്ഷര കേരളമാണോ എന്ന് അവര് തന്നെ നെറുകയിൽ കൈവച്ചു പോയെന്നാണ് പറയുന്നത്. അവർ ഈ കമ്മീഷൻ ഈ റിപ്പോർട്ടൊക്കെ എഴുതി മുഖ്യമന്ത്രിയുടെ അടുത്ത് കൊണ്ടേ കൊടുത്ത്, മുഖ്യമന്ത്രി അടുത്ത് കൊണ്ടേ കൊടുത്തു കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി ആകെ പരിങ്ങില്ലായി പോയി. ഇത് ഈ പറയണ പോലെ കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി ഒന്ന് കണ്ണോടിച്ചു നോക്കി, ഒന്ന് വായിച്ചു നോക്കി. ഈ പറയണ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വിട്ട് കഴിഞ്ഞ് ഇവിടെ പുകലുണ്ടാവുമെന്ന് മുഖ്യമന്ത്രിക്ക് അപ്പൊ തന്നെ പിടി കിട്ടി. അപ്പൊ തന്നെ ഈ ബാലനോട് ആലോചിച്ചു, പുള്ളി സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണല്ല, ഇതിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയണെങ്കിൽ നമ്മൾ ഈ മട്ടിൽ അങ്ങോട്ട് പുറത്തേക്ക് വിട്ട് കഴിഞ്ഞ് ഇവിടെ എന്തായിരിക്കും സംഭവിക്കാൻ പോണെന്ന് അങ്ങോട്ട് ചോദിച്ചു. ഈ 2017 ഈ സംഭവം നടക്കുന്നത്. 2017 നവംബർ 16 തീയതിയാണ് ഈ കമ്മീഷൻ വയ്ക്കുന്നത്. ഇല്ലേ, ഈ കമ്മീഷനെ വച്ചു കഴിഞ്ഞിട്ട് 2019 രണ്ട് കൊല്ലം കൊണ്ട് അന്വേഷിച്ച് 2019 ഡിസംബർ 31 തീയതിയാണ് ഈ കഥയൊക്കെ കൊണ്ടുപോയി. കഥ എന്ന് തന്നെ വേണം പറയാനായിട്ട്. കഥ ഈ നടികള് സിനിമ സെറ്റിലും സിനിമയ്ക്ക് വരുമ്പോ അവര് താമസിച്ചിരുന്ന ഹോട്ടലിലും വീട്ടിലും ഒക്കെ ആയിട്ട് ഇവരുടെ ബാതിലുമ്പോ മുട്ടിയ ആളുകൾ ബാതിലൊക്കെ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറി വേണ്ടാത്ത ഇടങ്ങേറൊക്കെ കാണിച്ച് ഇതുങ്ങളുടെ ജീവിതമൊക്കെ നശിപ്പിച്ച് കളഞ്ഞ കാര്യങ്ങളാണ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇവരിത് മുഖ്യമന്ത്രിയുടെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി വായിച്ച മുഖ്യമന്ത്രിക്ക് ആകെ നാണക്കേട ഇടങ്ങേറ. ഇത് എന്തൊന്നും കാണണ, എന്തൊന്നും എഴുതി വെച്ചേക്കണ ഈ പെണ്ണുമുള്ള കഥയണാ, നോവലാ എന്നൊക്കെ അവര് വിളിച്ചു ചോദിച്ച്. അപ്പൊ അവര് പറഞ്ഞു അങ്ങനെയല്ല ബഹുമാനപ്പെട്ട CMA, അത് കഥയല്ല, നടന്ന സംഭവമാണെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി നെറിയയിൽ കൈ വെച്ചു. അല്ല, ഇത് പുറത്തു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളം ആകെ കത്തൂല. കാരണം ഇവർക്കൊക്കെ ഇപ്പൊ കുഞ്ഞുകുട്ടി പരാധീനങ്ങളുണ്ടല്ലോ, ഈ നടന്മാർക്കും നടിമാർക്കും ഒക്കെ ഉണ്ടല്ല. ഇപ്പൊ പീഡിപ്പിച്ചെന്ന് പറയുന്ന നടിമാർക്കും ഉണ്ട് കുടുംബം, പീഡിപ്പിച്ചെന്ന് പറയുന്ന നടന്മാർക്കും ഒക്കെ ഉണ്ടല്ലോ കുടുംബം ഉണ്ടല്ലോ. ഇതൊക്കെ തകരൂല്ലേ? അപ്പൊ ബാലനോട് മുഖ്യമന്ത്രി ഇങ്ങനെ ആലോചിച്ച്, സാംസ്കാരിക വകുപ്പ് മന്ത്രിയല്ലേ, ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിയുമ്പോ
ആ പുള്ളി ഒരു ഉപായം കണ്ടുപിടിച്ചു. കാരണം വിവരാവകാശ നിയമപ്രകാരം ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇടങ്ങേറുണ്ടല്ല, അവന് ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യത്തിന് മേലെ കടന്നു കയറുന്ന വിവരങ്ങൾ പുറത്തുവിടാൻ പാടില്ലെന്ന്. ആ ഒരു വിവരം പറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന കാര്യങ്ങളൊന്നും അങ്ങോട്ട് പുറത്തു വിടണ്ട, ആര് പീഡിപ്പിച്ച ആര് പീഡനം ഏറ്റുവാങ്ങി ഇതൊന്നും പറയണ്ട, അല്ലാണ്ട് ഒരു റിപ്പോർട്ട് അങ്ങോട്ട് പുറത്തുവിടാന്ന് പറഞ്ഞു. അതിനെതിരെ ഇത് പുറത്തു വന്നപ്പോണ്ട് ഒരു ഹർജി പോണ ഹൈക്കോടതിയിലേക്ക്. ഈ മൊഴി കൊടുത്ത ആളുകളൊക്കെ മാറി മാറി പോകണം. ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഒക്കെ പുറത്തു വരാണെന്നുണ്ടെങ്കിൽ ഇറങ്ങേറാവോ, എന്നെ ഇനിയിപ്പോ സിനിമയിൽ നിന്ന് പുറത്താക്കുവോ, സിനിമയിൽ നിന്നല്ല ജീവിതത്തിൽ നിന്ന് തന്നെ കണ്ടം കുണ്ടം വെട്ടി കാട്ടിക്കളയോ എന്നൊക്കെ ചില നടിമാർക്ക് സംശയം. ആകെ അങ്കലാപ്പായി ഇടിയും ഒലോളിയായി. അങ്ങനെ ഹൈക്കോടതിയിലേക്ക് ഹർജികളുടെ ഒരു പ്രളയം തന്നെയായിരുന്നു, പ്രവാഹമായിരുന്നു. അപ്പൊ ഹൈക്കോടതിയും പറഞ്ഞ് എന്ത്, വിവരാവകാശ നിയമപ്രകാരം പുറത്തു വിടാൻ പറ്റിയ കാര്യങ്ങളൊക്കെ വിട്ടാൽ മതി, സ്വകാര്യത ബാധിക്കണ ഒരു കാര്യവും വിടണ്ടെന്ന് പറഞ്ഞു. അപ്പൊ സർക്കാരിന് ഒരു പിടിവള്ളിയായി. ഇപ്പൊ റിപ്പോർട്ട് അങ്ങനെ പുറത്തു വിട്ട് 4 വർഷം പൂഴ്ത്തി വെച്ച ഈ റിപ്പോർട്ട്, ഒട്ടകപ്പക്ഷി ഈ മണ്ണിൽ തല പൂഴ്ത്തി കുറെ കാലം നിൽക്കൂന്നാണ് പറയുന്നത്. ഇതുപോലെ ഒട്ടകപ്പക്ഷിയുടെ പോലെ ഈ റിപ്പോർട്ട് അങ്ങോട്ട് പൂഴ്ത്തി വെച്ച് എന്നിട്ട് ഇത് പുറത്തേക്ക് വിട്ട്. എപ്പ 4 കൊല്ലം കഴിഞ്ഞപ്പോ 4 കൊല്ലം കഴിഞ്ഞത് പുറത്തേക്ക് വിട്ട്. ഇപ്പൊ എന്താ പറ്റിയത്, പഴയ നോട്ട് ബുക്കിൽ പെൻസിൽ വെച്ച് എഴുതി കഴിഞ്ഞ 4 കൊല്ലം കഴിഞ്ഞ് എഴുതി നോക്കി കഴിഞ്ഞാൽ ഉണ്ടാവും, ഒന്നും ഉണ്ടാവില്ല, ഒക്കെ മാഞ്ഞു പോയി. അപ്പൊ നോക്കി കഴിയുമ്പോ അതിൽ ആളുടെ പേരുമില്ല, ആരെന്താ അനുഭവിച്ചെന്നുള്ള അതുമില്ല, ആരെ പീഡിപ്പിച്ചെന്ന് അതൊന്നുമില്ല, വെറുതെ ഒരു റിപ്പോർട്ട്, വെറുതെ ഒരു റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിന്റെ പേരിൽ ആർക്കെങ്കിലും പേരിൽ നടപടി എടുക്കാൻ പറ്റുമെന്ന് ഇപ്പൊ AK ബാലൻ ചോദിക്കണത് വെറുതെ ചോദിച്ചല്ല. മാധ്യമപ്രവർത്തകര് ഈ ബാലനെ കണ്ടപ്പോ ചോദിച്ച്, പഴയ സാംസ്കാരിക വകുപ്പ് മന്ത്രിയല്ല, മന്ത്രിയുടെ കാലത്തുള്ള ഈ ഹിക്മത്തൊക്കെ നടന്നത്. അപ്പൊ ഇത് പുറത്ത് ഈ റിപ്പോർട്ട് ഇപ്പൊ പുറത്തു വിട്ടപ്പോ എന്താ മന്ത്രിയുടെ അഭിപ്രായം എന്ന് ചോദിച്ചു. അത് ഇതിപ്പോ ഈ പൊതുവെ ജനറൽ ആയിട്ടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആർക്കെതിരെയും കേസ് എടുക്കാൻ പറ്റൂലില്ല. അതെങ്ങനെ എടുക്കും, പൊതുവായിട്ടുള്ളൊരു ഒരു റിപ്പോർട്ടാണല്ലോ, ആരെ പീഡിപ്പിച്ചെന്ന എവിടെ വെച്ചാന്ന എന്നാന്നൊന്നും പറയാത്തൊരു സംഭവത്തിൽ ആർക്കെതിരെ കേസ് എടുക്കുമെന്നാണ് മന്ത്രി ചോദിച്ചത്. അപ്പൊ ആരെങ്കിലും രേഖാമൂലം സർക്കാരിന് ഒരു കേസ് കൊടുക്കുകയാണ്, പരാതി കൊടുക്കുകയാണെങ്കിൽ അപ്പൊ അതിനെ കുറിച്ച് ആലോചിക്കാന്ന് ഇപ്പൊ മന്ത്രി പറയുന്നത്. അപ്പോഴാണ് സ്വാഭാവികമായിട്ട് ആളുകൾക്ക് ഒരു സംശയം വന്നത്. പണ്ട് നമ്മുടെ കേരളം ഭരിച്ചിരുന്ന ഒരു ഉമ്മൻചാണ്ടി ഉണ്ടല്ല, പണ്ടല്ല കുറച്ച് നാൾ മുമ്പാണ് ഏറ്റവും കൂടുതൽ ജനകീയനായിരുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഇല്ലേ. അപ്പൊ ഈ ജനകീയ പരിപാടിയൊക്കെ നടത്തി ഈ ഉമ്മൻചാണ്ടി ഇങ്ങനെ ജനകീയ സദസ്സൊക്കെ നടത്തി ഇങ്ങനെ കൂടുതൽ ഇനിയും ഒരു ഇലക്ഷൻ വന്ന ഉമ്മൻചാണ്ടി തന്നെ ജയിക്കുള്ളൂ എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോ വേറെ ചില ചുറ്റിക്കെട്ടൊക്കെ ഉണ്ടാക്കി ഒരു 33ഓളം കേസിൽ പ്രതിയായ ഒരു പെണ്ണും പിള്ളേരെ ഇങ്ങോട്ട് ഇറക്കി. അതങ്ങനെയുള്ള ഇടതുപക്ഷത്തിന് എന്തെങ്കിലും ഇടങ്ങേറുണ്ടാകുമ്പോൾ അപ്പൊ ഷെഡിൽ നിന്ന് കുറെ പെണ്ണുങ്ങളെ ഇങ്ങോട്ട് ഇറക്കും, എന്നിട്ട് ഒരു കേസ് അങ്ങോട്ട് ഉണ്ടാക്കും. കൊള്ളാവുന്ന ആണുങ്ങൾക്കെതിരായിട്ട് അല്ലെങ്കിൽ കൊള്ളാവുന്ന നേതാക്കന്മാർക്കെതിരായിട്ടൊക്കെ ഒരു കേസ് അങ്ങോട്ട് ഉണ്ടാക്കി. ഇതുപോലെ ഉമ്മൻചാണ്ടിക്കെതിരെ ഈ 33 കേസിൽ പ്രതിയായ യാതൊരു തരത്തിലും വിശ്വാസ്യതയില്ലാത്ത ഈ പെണ്ണും പിള്ളേരെ കൊണ്ടുവന്ന് ഒരു കേസ് അങ്ങോട്ട് ഉണ്ടാക്കി, അതിനൊരു കമ്മീഷൻ ഉണ്ടാക്കി. ആ കമ്മീഷന് മുമ്പിൽ വന്ന് ഈ പെണ്ണും പിള്ള പറഞ്ഞു ഉമ്മൻചാണ്ടി അവരങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, പ്രകൃതി വിരുദ്ധ പീഡനം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു കേസ് ഉണ്ടാക്കി. ഈ കമ്മീഷന്റെ അടിസ്ഥാനത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെ കേസ് എടുത്ത് ഇത് പുറത്ത് വിളിച്ചു പറയാൻ വേണ്ടി ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന് ഒരു ഉളുപ്പുണ്ടായില്ല, ഒരു മടി ഉണ്ടായില്ല. അങ്ങനെ ഉമ്മൻചാണ്ടി ഇടങ്ങേറായി, ഭരണം ഒക്കെ വേണ്ടാന്ന് വെച്ച് ഇറങ്ങി പോകേണ്ടി വന്നു. എന്നിട്ടാ ഒന്നാം പിണറായി വിജയൻ സർക്കാർ ഈ കാര്യത്തിൽ കൊണ്ടാണ് അധികാരത്തിൽ വന്നത്, അല്ലെങ്കിൽ വരൂലായിരുന്നു. അങ്ങനെ അധികാരത്തിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ ഈ ഉമ്മൻചാണ്ടിക്കെതിരെ ക്രൈംബ്രാഞ്ച് കേസ് എടുക്കണ്, പിന്നെ എന്താ പറയുന്നത് CBIക്ക് വിട്ട്. അവസാനം എന്ത് പറ്റി, ഉമ്മൻചാണ്ടിയുടെ ദൈവാധീനം കൊണ്ട് CBIയും ഈ പിണറായി വിജയന്റെ ക്രൈംബ്രാഞ്ചും ഒക്കെ ഒരുപോലെ തന്നെ കേസ് അങ്ങോട്ട് എഴുതിത്തല്ല. യാതൊരു ബീത്തിൽ ഇതിന് യാതൊരു അടിസ്ഥാനത്തും ഇല്ല. ഉമ്മൻചാണ്ടിനെ വെറുതെ കൊടുക്കാൻ വേണ്ടി ഈ പെണ്ണും പിള്ളയുടെ വാക്കും കേട്ട് പിണറായി വിജയനെ ഭരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കേസാണെന്ന് കേരളത്തിലുള്ള ആളുകൾക്കൊക്കെ പിടികിട്ടി. അന്നൊരു കമ്മീഷൻ റിപ്പോർട്ടിന്റെ പേരിൽ ഉമ്മൻചാണ്ടിനെതിരെ കേസെടുക്കാനും നടപടിയെടുക്കാനും കുട്ടീശ്വരം ഉണ്ടാക്കിയ ഈ പിണറായി വിജയൻ ഇപ്പൊ എന്താ ഈ ഹേമ കമ്മീഷന്റെ പേരിൽ നടന്മാർക്കെതിരെയൊക്കെ കേസെടുക്കാൻ പറ്റാത്തതെന്നാണ് ചോദിക്കുന്നത്. നടിമാരെ പീഡിപ്പിച്ച ഈ നടന്മാർക്കെതിരെ കേസെടുക്കാൻ എന്തുകൊണ്ട് ഇന്ന് ഇപ്പൊ പിണറായി വിജയന് പറ്റില്ല എന്ന് ചോദിക്കണം. ഉമ്മൻചാണ്ടിയോട് കാണിക്കാത്ത ഈ കാരുണ്യം ദയൊക്കെ എന്തിനാ ഈ നടന്മാരോട് കാണിക്കണമെന്ന് ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്. ശരിയല്ല, അതിനൊറ്റ ഉത്തരവുള്ളൂ, കോടികളുടെ ബിസിനസ്സാണ് സിനിമ. കോടികൾ എങ്ങനെ പറയും, ഈ കോടികൾ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ പീഡിപ്പിച്ച് എന്ന് പറയുന്ന നടന്മാര് ആരൊക്കെയെന്ന് പേര് വിട്ടിട്ടില്ല, എന്നാലും ആൾക്കൊക്കെ അറിയാം. ഈ നടന്മാരൊക്കെ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികളാ അല്ലെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പറഞ്ഞ നമുക്കൊക്കെ കാണാം. ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ മുമ്പും ഒന്ന് വിളിച്ചോ, അങ്ങനെ നടക്കും, നോക്കിക്കോ. എന്നിട്ടിപ്പോ AK ബാലൻ മാധ്യമങ്ങളോട് പറഞ്ഞാണ് കുളിപ്പിച്ച് കുട്ടീനെ കൊല്ലരുതല്ലോ എന്ന്. വെളുക്കാൻ തച്ചത് പാണ്ടാവും, സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ അങ്ങനെ കളിക്കേണ്ട ഒരു കേസാണ്. അതുകൊണ്ടാണ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ നടപടി എടുക്കാത്തതെന്ന്. അപ്പൊ ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഈ 33 കേസുകളിൽ യാതൊരു തരത്തിലും വിശ്വാസത്തില്ലാത്ത കണ്ടവന്റെ ഒക്കെ കൂടെ പോയി എന്ന് പറയണമെങ്കിൽ ഈ പെണ്ണുമ്പുള്ള ഒരു റിപ്പോർട്ട് കൊടുത്തപ്പോൾ അതിനെതിരെ ഉമ്മൻചാണ്ടിക്ക് നല്ലൊരു മനുഷ്യന്റെ അടുത്ത് നേരെ കേസെടുക്കാൻ ഈ പിണറായി വിജയനും AK ബാലനൊന്നും ഒരു മടിയുണ്ടായില്ല. അന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്ന AK ബാലന്റെ സംസ്കാരമൊക്കെ എവിടെ പോയെന്നാണ് ഇപ്പൊ ആളുകൾ ചോദിക്കുന്നത്.
എന്തായാലും ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ മുകളിൽ ഇപ്പൊ വേറെ ഒരു നടപടിയും വരാൻ പോകുന്നില്ല. പീഡിപ്പിച്ചവരൊക്കെ സുഖമായിട്ട് നടക്കും. ആരൊക്കെ പീഡിപ്പിച്ചെന്നുള്ള വിവരം പറഞ്ഞാൽ ആ നടികൾക്കൊക്കെ എന്തെങ്കിലും ഇടങ്ങേറുണ്ടാവാണ്ട് നോക്കിയാൽ മതി എന്നാണ് ഇപ്പൊ ജനം പറയുന്നത്. നോക്കണേ, കാര്യം പോയി പോക്കേ. എന്തായാലും ഇനി ഇതിന്റെ പുകിലുകളൊക്കെ കെട്ടടങ്ങിയിട്ടില്ല, വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ. സലാം.